പടവലത്ത് നിറഞ്ഞിരുന്ന സ്ത്രീയാണ് പാറോടെ വന്നത് ചുരുണ്ടുപണി കിടക്കണം. ഹലോ കൈസ്, അങ്ങനെ നമ്മുടെ പാറമട വീട്ടിലേക്ക് പുതിയ മുത്തശ്ശൻ എത്തുന്നു മക്കളെ. അത് ആരായിരിക്കും വരാൻ പോകുന്നത്? ഒരു കിടിലൻ സർപ്രൈസ് തന്നെയാണ് നമ്മുടെ ഭവാനമ്മയുടെ രണ്ടാം വിവാഹം. അതാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചത്. നമ്മുടെ അമ്മൂമ്മ സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കേട്ടോ. എന്തായാലും നമ്മുടെ ഭവാനിയമ്മൂമ്മ ഭയങ്കര ചുരുണ്ടുകൂടി പുതപ്പൊക്കെ പുതച്ച് ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, തനിക്ക് വേണ്ടപ്പെട്ടവരൊന്നും ജീവിതത്തിൽ ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ മക്കളെ എന്നൊക്കെ നമ്മുടെ ലച്ചുവിനോടും നമ്മുടെ സിദ്ധുവിനോടും കേശുവിനോടൊക്കെ പറയുന്നു. അപ്പൊ നമ്മുടെ ബാസി ഉണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ. അപ്പൊ ബാസി പറയുന്നുണ്ട്, പടവലം വീട്ടിൽ നിറഞ്ഞു നിന്നേച്ച ആളാ ഇപ്പൊ നമ്മുടെ പാറമട വീട്ടിൽ വന്ന് ചുരുണ്ടുകൂടി ഇരിക്കുന്നോന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ലാസ്റ്റ് കുറെ അപ്പൂപ്പന്മാര്, ഒന്നല്ല രണ്ടല്ല 4 പേരാണ് നമ്മുടെ ഭവാനി അമ്മൂമ്മയെ പെണ്ണ് കാണാൻ വരുന്നത്. എന്നിട്ട് ഇവരൊക്കെ കൂടി പറയുന്നുണ്ട്, എന്നെ നോക്കാൻ എനിക്ക് വേണ്ടി ഒരു കൂട്ട് അതെനിക്ക് ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണേ. അപ്പൊ നമ്മുടെ ഭവാനി അമ്മൂമ്മയാണെങ്കിൽ ഇവരെ കണ്ടപാടെ ഭയങ്കരമായിട്ട് ഒരുങ്ങി ഭയങ്കര സുന്ദരിയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പാർക്കുട്ടി പറയുന്നുണ്ട്, ഓ അമ്മൂമ്മയ്ക്ക് ഇപ്പൊ 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുകയാണ്. ലാസ്റ്റ് ഈ അപ്പൂപ്പന്മാരൊക്കെ ഞങ്ങളിൽ ആരെ ഇഷ്ടപ്പെട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങനെ യാത്രയാകുക കേട്ടോ, ഒന്ന് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ പാറുക്കുട്ടി എല്ലാവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ ഭവാനി അമ്മൂമ്മയോട് ചോദിക്കുക, അമ്മൂമ്മ ഈ 4 പേരെയും കെട്ടാൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഭവാനി അമ്മൂമ്മ, എന്റെ പൊന്നുമോളെ ഒന്നും മിണ്ടാതിരി എന്ന് പറഞ്ഞ് നമ്മുടെ പാറുക്കുട്ടിയുടെ വാ പൊത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്പൂപ്പൻ അതിലുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. കാത്തിരിക്കാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഹിയർ ആം ദി മലയാളി സൈനിങ് ഓഫ്.